നീ ഇപ്പോൾ എന്റെ മകളല്ല, വെറുമൊരു ഭാരമാണ്. ഇറങ്ങിപ്പോ എന്റെ വീട്ടിൽ നിന്ന്. ചോര നീരാക്കി പണിയെടുത്ത ഭർത്താവിന്റെ വീട്ടിലും സ്വന്തം ചോരയായ അച്ഛന്റെ വീട്ടിലും ഒരുപോലെ അപമാനിതയായി ഇറങ്ങിപ്പോകേണ്ടി വന്ന ഒരു പെൺകുട്ടിയുടെ കഥയാണത്. കണ്ണീരിൽ തുടങ്ങിയ അവളുടെ അതിജീവനത്തിന്റെ ഈ യാത്ര നിങ്ങളുടെയും കണ്ണു നിറയ്ക്കും. ആര്യയുടെ ഈ പോരാട്ടം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇതുപോലുള്ള കരുത്തുറ്റ പെൺകരുത്തിന്റെ കഥകൾക്കായി ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ദീപം 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 ദൈവമേ, എല്ലാവരെയും രക്ഷിക്കണേ. മനക്കിലെ ആലോചനയും അവർ വേണ്ടെന്ന് വെച്ചു. ആര്യയുടെ വിവാഹം ഇനി എന്നാണാവോ നടക്കുക? രാഘവൻ പിള്ളെ, പണക്കാരെയും പ്രമാണിമാരെയും നോക്കി നടന്നാൽ പെണ്ണിന്റെ പ്രായം കൂടുമെന്നല്ലാതെ കാര്യമൊന്നുമില്ല. വലിയ തറവാട്ടുകാരൊന്നും നിങ്ങളെപ്പോലൊരു പീഡികക്കാരന്റെ പടി കയറി വരില്ല. രൂപം കണ്ടിട്ടല്ലോ ആരും പെണ്ണെടുക്കുന്നത്, കുടുംബമഹിമയും സ്വത്തുമല്ലേ നോക്കുന്നത്. എന്റെ കയ്യിൽ ഇപ്പോൾ ഒരു ആലോചനയുണ്ട്. കിരൺ എന്നാണ് പേര്. പാവപ്പെട്ടവനാണ്, പക്ഷേ കൃഷിപ്പണി അറിയാം. പണമായിട്ടൊന്നും ചോദിക്കില്ല. എന്നെ ഇത്ര വേഗം പടിയിറക്കി വിടണോ? അച്ഛന്റെ ലാഭം മാത്രമാണോ നോക്കുന്നത്? എനിക്ക് പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട്. പഠിപ്പിക്കാൻ എന്റെ കയ്യിൽ പണമില്ല. പെണ്ണായാൽ ഒരു വീട്ടിൽ ചെന്ന് കയറണം. കിരൺ പാവമാണെങ്കിലും അധ്വാനിയാണെന്ന് ശങ്കു പറയുന്നു. ഈ ആലോചന ഞാൻ ഉറപ്പിക്കുകയാണ്. ഇതിൽ കൂടുതൽ ഒരു വാക്ക് നീ മിണ്ട്. മോളെ, അച്ഛൻ പറയുന്നത് കേക്കൂ. പെണ്ണുങ്ങൾ എന്നും അച്ഛന്റെ വീട്ടിലിരിക്കുന്നത് ശരിയല്ല. നിന്റെ ജാതകത്തിൽ ഇതേ ഉള്ളൂ എന്ന് കരുതി സമാധാനിക്കുക. ശങ്കു, നീ ആ കിരണിനോട് പറഞ്ഞോളൂ, കല്യാണം ഉടനെ നടത്താം. ആഭരണങ്ങളും പണവും കുറവായിരിക്കുമെന്ന് അവനോട് പ്രത്യേകം പറയണം. മതിക്കും രാഘവൻ പിള്ളെ. അവന് പെണ്ണിനേക്കാൾ ഉപരി അവന്റെ വീട്ടിലെ പണിക്കൊരു തുണയാണ് വേണ്ടത്. ഈ ആഴ്ച തന്നെ നമുക്ക് ഉറപ്പിക്കാം. ആരി, എത്ര നേരമായി നീ അവിടെ ഇരിക്കുന്നു? ഈ ചോറിന്ന് വേവുമോ അതോ ഞങ്ങളൊക്കെ പട്ടിണി കിടക്കണോ? അമ്മേ, വിറക് നനഞ്ഞതാണ്. പുവിയടിച്ചിട്ട് കാണാൻ വയ്യ. ഓ, കുട്ടിക്ക് പണിയെടുത്ത് ശീലമില്ലല്ലോ. വീട്ടിൽ നിന്ന് ആഭരണങ്ങൾ വാരിക്കോരി കൊണ്ടുവരുമെന്ന് കരുതി. ദാ, ഈ വസ്ത്രങ്ങളും പാത്രങ്ങളും കൂടി കഴുകാനുണ്ട്. അതുകൂടി തീർത്തിട്ട് മതി നിനക്ക് ആഹാരം. രാവിലെ മുതൽ ഞാൻ ഒന്നും കഴിച്ചിട്ടില്ല അമ്മേ. ഇതൊക്കെ എല്ലാരും ചെയ്യുന്ന പണിയല്ലേ? നിന്നെ അച്ഛൻ ഇങ്ങോട്ട് തള്ളിയത് അവർക്ക് ഭാരമാകാതിരിക്കാനാണ്. ഇവിടെ താമസിക്കണമെങ്കിൽ പണിയെടുക്കണം. ഇല്ലെങ്കിൽ നിനക്ക് നിന്റെ വീട്ടിലേക്ക് പോകാം. പണമില്ലാത്ത നിന്നെ നോക്കാൻ എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല. കിരണേ, നിനക്കൊരു സന്തോഷ വാർത്തയുണ്ട്. ആര്യ ഗർഭിണിയാണ്. സന്തോഷിക്കാൻ ഇതിലെന്താ ഉള്ളതമ്മേ? ഉള്ള അരിക്ക് വകയില്ലാത്തപ്പോഴാണ് പുതിയൊരു ചിലവ് കൂടി വരുന്നത്. അമ്മേ, എനിക്ക് തല കറങ്ങുന്നു, ശ്വാസം മുട്ടുന്നു. ഒന്ന് കിടന്നോട്ടെ. നീയാണോ ഈ ലോകത്തിലെ ആദ്യ ഗർഭിണി? തലകറക്കം ഗർഭകാലത്ത് സാധാരണമാണ്. അതിനുവേണ്ടി ഇങ്ങനെ മടി കാണിച്ചാൽ കുട്ടി ദുർബലനായി പോകും. പ്രസവിക്കാൻ വല്ലാത്ത പാടാകും. കീറി കുഞ്ഞിനെ എടുക്കേണ്ടി വരും. എന്നെ ഒന്ന് എന്റെ വീട്ടിൽ കൊണ്ടുപോയി വിടുമോ? നിന്നെ അങ്ങോട്ട് കൊണ്ടുവിടാൻ എനിക്ക് സമയമില്ല. നിന്റെ ഈ അവസ്ഥയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്താൽ ഇരട്ടി ചെലവാണ്. നീ ഗർഭിണിയായ ശേഷം എന്റെ ചെലവ് കൂടിയിരിക്കുകയാണ്. എനിക്കവിടെ നിൽക്കാൻ വയ്യ. അവരെന്നെക്കൊണ്ട് പണിയെടുപ്പിച്ച് കൊല്ലുകയാണ്. പ്രസവം കഴിയുന്നത് വരെയെങ്കിലും ഞാൻ ഇവിടെ നിന്നോട്ടെ അച്ഛാ. അമ്മേ, നിങ്ങൾക്കെങ്കിലും എന്നോട് ദയ തോന്നുന്നില്ലേ? ഞാൻ നിങ്ങളുടെ മകളല്ലേ? മോളെ, വിവാഹം കഴിഞ്ഞാൽ ഭർത്താവിന്റെ വീടാണ് നിന്റെയും വീട്. വന്നതല്ലേ എന്റെ മോൾ. 2 ദിവസം നിന്നിട്ട് ക്ഷീണമൊക്കെ മാറിയിട്ട് പോയാൽ മതി. ഞാൻ മോളുടെ ബാക്കി തുണി അലമാരിയിലിരുന്നത് കൂടി എടുത്തു ബാഗിലാക്കി വെച്ചു. അതവിടെ കൊണ്ടുവച്ചോ. ഇവിടെ സ്ഥലമില്ല. വാ, കഞ്ഞി കുടിക്കാം.
ഞാനും അച്ഛനും മാത്രമുള്ളപ്പോൾ ഇവിടെ എനിക്ക് പണി കുറവാ. ഒരു കഞ്ഞിയും തോരനും വക്കും, ഞങ്ങൾക്കതു മതി. മോൾ ആകെ ക്ഷീണിച്ചു. കിരണനോട് പഴം വാങ്ങി തരാൻ പറയുന്നീ. ഞാൻ ചുമ്മാ ഒന്ന് വന്നതാ, സാരില്ല. ഞാൻ പിന്നെ വന്നോളാം. മോളെ, നീ പോവാണോ? അതാ മോളെ നല്ലത്. വേണേൽ അമ്മ അവിടെ വന്ന് 2 ദിവസം നിൽക്കാം. എന്തു പറയാനാ കുഞ്ഞേ, അമ്മയ്ക്ക് പഴയ പോലെ വയ്യ, കാല് വേദന. കുട്ടി കുറച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്യൂ. അമ്മ ഇവിടെ ഇരുന്ന് ഉപവസിച്ചു മോൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. എല്ലാം ശരിയാവും. എന്റെ വീട് അതെവിടെയാണ്? ജനിച്ചു വളർന്ന വീട്ടിൽ ഞാൻ അന്യയായി. താലി കെട്ടി വന്ന വീട്ടിൽ ഞാൻ വെറുമൊരു അടിമയും. ഭൂമിയിൽ എനിക്കായി 1 ഇഞ്ച് മണ്ണില്ലേ. എല്ലാവർക്കും ഞാനൊരു ബാധ്യത മാത്രം. ഇത്രയേറെ വെറുക്കപ്പെട്ടവളാകാൻ ഞാൻ എന്തു പാപമാണ് ചെയ്തത്? എന്തിനാണ് ഇനിയും ഈ ശ്വാസം? എന്നെ സ്നേഹിക്കാൻ ആരുമില്ലാത്ത ഈ ലോകത്ത് എന്തിനാണ് ജീവിക്കാൻ വേണ്ടി ഒരുങ്ങിയത്? ഇല്ല, എന്നെ വേണ്ടാത്തവരെ എനിക്കും വേണ്ട. എനിക്കെന്റെ കുഞ്ഞിനെ ഭൂമിയിലേക്ക് കൊണ്ടുവരണം. സ്വന്തം ജീവിതം പണയം വെച്ച് അവൾ പോരാടുകയാണ്. ആര്യയ്ക്ക് വിജയിക്കാൻ കഴിയുമോ? ഈ കഥ നിങ്ങളെ സ്പർശിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ആ ലൈക്ക് ബട്ടൺ ഒന്ന് അമർത്തൂ. അവൾക്കായി നമുക്കൊന്നിച്ചു നിൽക്കാം. ഇത് വിൽക്കാനാണ്. എനിക്കിപ്പോൾ തന്നെ പണം വേണം. ദൈവമേ, എന്നെ കൈവിടരുത്. എനിക്ക് വയ്യ. ആരെങ്കിലും ഒന്ന് സഹായിക്കണേ. മോളെ, പേടിക്കണ്ട. നിന്റെ കരച്ചിൽ കേട്ട് ഓടി വന്നതാ ഞാൻ. പടച്ചവൻ നിന്നെ തനിച്ചാക്കില്ല. എനിക്ക് പേടിയാകുന്നു. അച്ഛനും ഭർത്താവും എന്നെ ഉപേക്ഷിച്ചു. എന്റെ കുഞ്ഞിനെങ്കിലും ഈ ലോകം കാണാൻ പറ്റുമോ? നിന്റെ ആത്മബലം കളയരുത്. നിന്നെ ഉപേക്ഷിച്ചവർക്ക് കാണിച്ചു കൊടുക്കണം നിന്റെ കരുത്ത്. നീ ആവുന്നത്ര ആഞ്ഞു ശ്വാസം വിടൂ. ഞാൻ നിന്റെ കൂടെയുണ്ട്. നോക്കുമോളെ, ഇന്ന് നമ്മൾ വീട്ടിൽ പായസം ഉണ്ടാക്കില്ലേ? എനിക്ക് വിശക്കുന്നു. ഉണ്ടാക്കാമല്ലോ മോനെ. ഇന്ന് അമ്മയ്ക്ക് തയ്ച്ച തുണിയുടെ പൈസ കിട്ടി. മോൻ ഇഷ്ടമുള്ളതെല്ലാം വാങ്ങി നമുക്ക് വീട്ടിൽ പോകാം. മോളെ, വിശന്നിട്ട് വയ്യേ? ഒരു കാശ് തരണേ. ഈ വയസ്സായവരോട് ഒരൽപ്പം ദയ തോന്നണേ. ആ ആര്യ, ഇത് നീയാണോ? മോളെ, അച്ഛനോട് ക്ഷമിക്കണം. ആർത്തി കാരണമെല്ലാം പണയം വെച്ച് ഞാൻ ഇന്ന് ഈ തെരുവിലായി. നിന്നെ തള്ളിക്കളഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു പണക്കാരനാകാമെന്ന്. നീ ഇന്ന് വിശപ്പടക്കൂ. ഒരിക്കൽ നിങ്ങൾ എന്നെ ബാധ്യത എന്ന് വിളിച്ചു. ഇന്നെനിക്ക് നിങ്ങളെ നോക്കാൻ കഴിയില്ല. കാരണം എന്റെ മകനെ വളർത്താൻ എനിക്ക് എന്റെ അധ്വാനം വേണം. ഒരു അപരിചിത എന്ന നിലയിൽ ഈ സഹായം നിങ്ങൾക്ക് സ്വീകരിക്കാം. ഞാൻ ചെയ്തത് തെറ്റാണോ? പറയൂ സുഹൃത്തുക്കളെ. ബാധ്യത എന്ന് വിളിച്ച് ആട്ടിയകറ്റിയവർക്ക് മുന്നിൽ ആര്യ എന്നൊരു അത്ഭുതമാണ്. വീണുപോകുമ്പോൾ കൈപിടിക്കാൻ ആരുമില്ലെങ്കിലും തളരാത്ത മനസ്സുണ്ടെങ്കിൽ ഏതൊരു പെണ്ണിനും ലോകം കീഴടക്കാമെന്ന് അവൾ തെളിയിച്ചു. ഈ കഥയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ആര്യയുടെ ഈ അതിജീവനം മറ്റുള്ളവരിലേക്കും എത്തിക്കാൻ ഈ വീഡിയോ ഷെയർ ചെയ്യുമല്ലോ. അടുത്ത ഒരു ഹൃദയസ്പർശിയായ കഥയുമായി വീണ്ടും കാണാം. നന്ദി.